ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്രലാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇനി നമ്മളെ വീഡിയോ വാഴയ്ക്ക് രണ്ടാം വളം കൊടുക്കുന്നൊരു വീഡിയോ ആണ്. ഏകദേശം 2-2.5 മാസമായി. രണ്ടാമത്തെ വളം നമ്മളെ വാഴയ്ക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ വാഴ കൃഷി. ഇതിലിപ്പോൾ 1 മാസമായതും 2.5 മാസമായതുകൊണ്ട് 2 തരം വാഴകളാണ്. അപ്പോൾ കുറച്ച് വാഴ നടാൻ കുറച്ച് വൈകി, 1 മാസം വൈകി. അപ്പോൾ ഇതൊക്കെ 2.5 മാസമായ വാഴകളാണ്. ഇതിൻ്റെ കുറച്ച് വാഴ 2 മാസമായി. ഏകദേശം 60 വാഴകളുണ്ട്. അപ്പോൾ ഉള്ള സൗകര്യത്തിനനുസരിച്ച് 60 വാഴകളും വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പന്നി കയറി ഒരു 2-3 വാഴ, കൂടുതലൊന്നും ആക്രമിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്താ സ്ഥിതി എന്ന് അറിയില്ല. 2-3 വാഴ മൂപ്പരെ തോണ്ടിയിട്ടാണ് എനിക്ക്. മൂപ്പര് വാഴ ആക്രമിക്കുന്ന പണിയല്ല. ഇവിടെ നമ്മൾ 2-3 സൈസ് വളമാണ് ഇടുന്നത്. അപ്പോൾ ഇത് രാജ്ഫോസാണ്. രാജ്ഫോസ്, പിന്നെ അതിൻ്റെ ശേഷം യൂറിയ, പൊട്ടാസ്, പിന്നെ ഫാക്ടംഫോസും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ രാജ്ഫോസ് ഇട്ട് പിന്നെ അതിൻ്റെ ശേഷം ബാക്കിയുള്ള എല്ലാം മിക്സ് ചെയ്ത് വേണ്ടിയാണ്. ഏകദേശം പിന്നെ ഒരു രാജ്ഫോസ് ഒരു 150 ഗ്രാം തോലിടുക. പിന്നെ യൂറിയ, പൊട്ടാസ് ഒരു 75-100 ഗ്രാം, 175 ഗ്രാം. പിന്നെ ഫാക്ടംഫോസ് ഒരു 150 ഗ്രാം. അങ്ങനെയാണ് ഇടുന്നത്. ഏകദേശം ഒരു 60 വാഴകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇന്ന് വളരണം. ഫാക്ടംഫോസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫാക്ടംഫോസിനാണ് കുറച്ച് വില കൂടുതലുള്ളത്. യൂറിയക്കൊക്കെ 28-30 രൂപ ഉള്ളൂ. പിന്നെ രാജ്ഫോസിന് വില കുറവാണ്. ഫാക്ടംഫോസിന് 20 രൂപ. യൂറിയ ഇതെല്ലാം കൂടി പിന്നെ പൊട്ടാസും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ. മറ്റേത് രാജ്ഫോസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട്. മഴ വരുമ്പോഴേക്ക് മഴ വന്നാൽ പ്രശ്നമൊക്കെ പെട്ടെന്ന് വിളിച്ചു. മഴ വരുമ്പോഴേക്കൊക്കെ കുറച്ച് മണ്ണ് ഇട്ട് പോകണം. പിന്നെ പ്രശ്നമൊന്നുമില്ല. മറ്റേത് വെള്ളത്തിൽ കൂടിയൊക്കെ വളം വലിച്ചു. മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളു പണിക്ക് വേറെ പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല. പണിക്കാരൊന്നും വിളിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ചെയ്യണം. ഇതൊക്കെ വേണം സ്വന്തമായിട്ട് ചെയ്താലേ ഒക്കൂ. കുറഞ്ഞ വാഴയൊക്കെ ആകുമ്പോൾ സ്വന്തം ചെയ്താലേ ഒക്കൂ. ഇതിനും പണിക്കാരെ വിളിച്ചാൽ നമുക്ക് ഒക്കില്ല. ഇത് നമ്മളെ ഒരു വാഴ പിന്നെ ഒളിഞ്ഞിട്ടില്ല, പൊരിഞ്ഞ് വീണതാണ്. പൊരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ കുത്തുകൊടുത്ത് നിർത്തിയതാണ്. ആണിപ്പൂവൻ്റെ ഞാലിപ്പൂവൻ എന്നൊക്കെ പറയും. ആണിപ്പൂവൻ, ഞാലിപ്പൂവൻ. മൂപ്പർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ മൂത്ത് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഫസ്റ്റ് തന്നെ അതിൻ്റെ ശരിക്കും കൊലച്ച് തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് മൂപ്പര് പൊരിഞ്ഞ് വീണത്. അതിന് കുത്തു കൊടുക്കാൻ മറന്നു. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.